ഫസ്റ്റ് ആ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ന്യൂട്രലാക്കി. ഓക്കെ, കൈവിട്ടെ. ഒന്ന് സെക്കൻഡ് ഗിയർ ആക്കിക്കേ. സെക്കൻഡാ ചുമ്മാ ഓക്കെ, സെക്കൻഡ് ഇട്ട് ഒന്നുകൂടെ. തേർഡിലോട്ടൊന്ന് ആക്കിക്കേ. സെക്കൻഡ് ഗിയറിലോട്ടൊന്ന് ആക്കിക്കേ. ന്യൂട്രലാക്കിക്കേ. തേർഡ് ഇട്ട് സെക്കൻഡ് ആക്കിക്കേ. ന്യൂട്രലാക്ക്. ഒരു പോയില്ല ഇതിന്. ഒന്നാമത്തെ ഗിയറാണ് അതിനകത്ത് ഏറ്റവും ഹെവി ആയിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഒരു വെയിറ്റ് ഉണ്ട്, വണ്ടിക്കൊരു വെയിറ്റ് ഉണ്ട്. നമ്മൾ 3 പേരിനകത്തുണ്ട്, നമ്മുടെ വെയിറ്റും കൂടെ ഇതിലുണ്ട്. ഇത് എടുത്തുകൊണ്ട് നീങ്ങാനുള്ള കഴിവ് ഒന്നിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മാമൻ എവിടെയെല്ലാം സൂക്ഷിച്ച് പതുക്കെ നീങ്ങണമെന്ന് തോന്നുന്നു അവിടെയെല്ലാം ഒന്നാമത്തെ ഗിയർ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഓക്കെയാണ്, ആരോഗ്യമുള്ള ഗിയർ. ഓക്കെ, അതിൻ്റെ പോരായ്മയാണ് അതിന് സ്പീഡില്ലാത്തത്, വെയിറ്റ് ഉള്ളതുകൊണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും പോകുന്ന, നടക്കുകയോ ഓടുകയോ ചെയ്യുന്ന വേഗത്തിലല്ല ഞാൻ ഓടുന്നത്. ഞാൻ കുറേ കൂടെ ലൈറ്റാണ് നിങ്ങളെക്കാളും. എനിക്ക് കുറേ കൂടെ വേഗത്തിൽ പോകാൻ പറ്റും. ശരിയല്ലേ? ഒന്നാമത്തെ ഗിയർ ചൂസ് ചെയ്യുന്ന അതിനാ. ഒന്ന്, വെയിറ്റും കൊണ്ട് നീങ്ങാനായിട്ട് അതിനെ പറ്റുള്ളൂ. 2, ഏറ്റവും വേഗത കുറഞ്ഞ് നീങ്ങുന്നതും ആ ഗിയർ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് തിരിച്ചുകൊണ്ട് പോകാനായിട്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല, പതുക്കെ പോകാൻ പറ്റുള്ളൂ. അതിനാ ഒന്നാമത്തെ ഗിയർ ചൂസ് ചെയ്യുന്നത്. ഓക്കെയാണ്. രണ്ടാമത്തെ ഗിയർ എന്ന് പറയുമ്പോൾ സൈസിൽ കുറച്ചുകൂടി കുറവ് വന്നു, അപ്പോൾ അതിന് ഇത്തിരി കൂടി വേഗത കിട്ടി. കിട്ടിയ. മൂന്നാമത്തെ ഗിയർ ആകുമ്പോൾ വീണ്ടും സൈസിൽ കുറവ് വന്നു, അപ്പോൾ അതിന് വീണ്ടും സ്പീഡ് കൂടി, അപ്പോൾ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വണ്ടി ജെർക്ക് ചെയ്യുന്നത്. അപ്പം 4ാമതൊരു ഗിയറിൽ പോകുമ്പോൾ വേഗത കുറച്ചാൽ അതിന് ആരോഗ്യമില്ല വണ്ടിയെ കൊണ്ടുപോകാൻ. കാരണം വണ്ടിയുടെ വെയിറ്റ് ഫുള്ള് ആ ഗിയറിൽ വരാൻ തുടങ്ങി. അതില്ലാന്ന് കാണിക്കാനാണ് അത് ജെർക്ക് ചെയ്യുന്നത്. അപ്പം ഗിയർ താത്തി കൊടുക്കുക, ഏതാണോ പറ്റുന്ന ഗിയർ അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. കിട്ടിയ ഐഡിയ ഉറപ്പാണ്. നമുക്ക് ചുമ്മാ ഒന്ന് ഉരുട്ടി നോക്കാം ഇത്.